ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സിന്റെ ഒരു ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലൂടെ നമുക്ക് 100 കറണ്ട് അഫയേഴ്സ് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ്? അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ 23. അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ്? ജൂൺ 23. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? നമുക്ക് നീങ്ങാം, ആഘോഷിക്കാം. അപ്പോൾ 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? നമുക്ക് നീങ്ങാം, ആഘോഷിക്കാം. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? കെനിയ. നികുതി വർധന ഉൾപ്പെടുന്ന ധനകാര്യ ബിൽ പാസാക്കിയതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം നടന്ന ആഫ്രിക്കൻ രാജ്യം ഏതാണ്? കെനിയ. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ്? ജൂൺ 23. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം എന്താണ്? നമുക്ക് നീങ്ങാം, ആഘോഷിക്കാം. ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏതാണ്? IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത എന്നാണ് പുതിയ നിയമം. അപ്പോൾ IPC എന്താണ് അറിയപ്പെടുന്നത്? ഭാരതീയ ന്യായ സംഹിത. CRPCക്ക് പകരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? IPCക്ക് പകരം എന്താണ് അറിയപ്പെടുന്നത്? ഭാരതീയ ന്യായ സംഹിത. CRPC ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നുമാണ് അറിയപ്പെടുന്നത്. 2024 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത്? 2024 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ MN കാരശ്ശേരി. ഡോക്ടർ MN കാരശ്ശേരി. ന്യൂയോർക്ക് ആസ്ഥാനമായ അടൂർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? പ്രദീപ് പുത്തൂർ. ന്യൂയോർക്ക് ആസ്ഥാനമായ അടൂർ ഫൗണ്ടേഷന്റെ അന്തർദേശീയ ചിത്രകലാ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? പ്രദീപ് പുത്തൂർ. ചാരവൃത്തി നിയമം ലംഘിച്ച കേസിൽ 5 വർഷത്തെ തടവിന് ശേഷം ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിൽ നിന്നും മോചിതനായ വിക്കിലീക്സിന്റെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ചെ. അപ്പോൾ വിക്കിലീക്സിന്റെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ചെ ആണ്. ചാരവൃത്തി നിയമം ലംഘിച്ച കേസിൽ 5 വർഷത്തെ തടവിനു ശേഷം ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിൽ നിന്നും മോചിതനായ വിക്കിലീക്സിന്റെ സ്ഥാപകൻ ആരാണ്? ജൂലിയൻ അസാഞ്ചെ. 2024 വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ MN കാരശ്ശേരി. പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേരെന്താണ്? ഹോപ്പ്. പദ്ധതി ആരംഭിച്ചത് 2017 അപ്പോൾ പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? ഹോപ്പ്. 2024 പെൻപിന്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്ക്കാണ്. 2024 പെൻപിന്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ബന്നാർഘട്ട, കർണാടകം. എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത്? കർണാടകയിലെ ബന്നാർഘട്ട. അപ്പോൾ പാതി വഴിയിൽ പഠനം മുടങ്ങിപ്പോയ കുട്ടികളെ കണ്ടെത്തി സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? ഹോപ്പ്. 2024 പെൻപിന്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അരുന്ധതി റോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കർണാടകത്തിലെ ബന്നാർഘട്ട. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ
ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആരാണ്? ഡോക്ടർ KG പൗലോസ്. അപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആരാണ്? ഡോക്ടർ KG പൗലോസ്. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ കവിതാ സമാഹാരം. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? പിന്നിട്ട വഴികളും വരികളും. ഏതാണ്? പിന്നിട്ട വഴികളും വരികളും. രചയിതാവ് അനീഷ് സ്നേഹയാത്ര. രചയിതാവ് ആരാണ്? അനീഷ്. അപ്പോൾ ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ കവിതാ സമാഹാരം ഏതാണ്? പിന്നിട്ട വഴികളും വരികളും. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നഗർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനാണ് ഡോക്ടർ KG പൗലോസ്. ബ്രെയിലി ലിപിയിലേക്ക് മാറ്റപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ കവിതാ സമാഹാരം ഏതാണ്? പിന്നിട്ട വഴികളും വരികളും. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? നഗർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളായ കോളനികൾ ഇനി മുതൽ ഏതു പേരിൽ അറിയപ്പെടും? നഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സങ്കേതം എന്ന പേര് എന്താക്കി മാറ്റി? ഉന്നതി എന്നും ഊരെന്നത് എന്തായി മാറി? പ്രകൃതി എന്നുമാക്കി മാറ്റി. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളായ കോളനികൾ ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സങ്കേതം എന്ന പേര് ഏത് പേരിൽ അറിയപ്പെടും? ഉന്നതി എന്നും ഊരെന്താക്കി മാറ്റി? പ്രകൃതി എന്നുമാക്കിയാണ് ഓരോ പ്രദേശത്തും താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകളും ഉപയോഗിക്കാം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു ആണ്. മാനന്തവാടി MLA ആണ് OR കേളു. അപ്പോൾ കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ്? രഞ്ജുമോൾ മോഹൻ. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എവിടെയാണ്? അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതാണ്? അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ആരാണ്? രഞ്ജുമോൾ മോഹനാണ്. അതുപോലെ കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? അമേരിക്കയിലാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി അമേരിക്ക. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? കപ്പിത്താൻ എന്ന പേരുള്ള കഴുകനാണ്. കപ്പിത്താൻ എന്ന പേരുള്ള കഴുകൻ. അപ്പോൾ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? അമേരിക്കയാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? കപ്പിത്താൻ എന്ന പേരുള്ള കഴുകൻ. 2024 യൂറോ കപ്പിന്റെ വേദി എവിടെയാണ്? ജർമ്മനിയാണ്. 2024 യൂറോ കപ്പ് നടക്കുന്നത് എവിടെയാണ്? ജർമ്മനിയിലാണ്. 2024 യൂറോ കപ്പിന്റെ ഔദ്യോഗിക പന്ത് ഫുസ് ബെല്ലിബെ. എന്താണ് ഫുസ് ബെല്ലിബെ? ജർമ്മനി ഈ പേരിന്റെ അർത്ഥം എന്താണ്? ഫുട്ബോളിന്റെ ഇഷ്ടം എന്നാണ് ജർമ്മനിൽ ഈ പേരിന്റെ അർത്ഥം ഫുസ് ബെല്ലിബെ എന്നാണ്. എന്താണ്? ഫുസ് ബെല്ലിബെ. 2024 യൂറോ കപ്പിന്റെ ഔദ്യോഗിക പന്ത് ഏതാണ്? ഫുസ് ബെല്ലിബെ എന്നാണ്. 2024 യൂറോ കപ്പിന്റെ വേദി ജർമ്മനി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? കപ്പിത്താൻ എന്ന പേരുള്ള കഴുകനാണ്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? അമേരിക്ക. 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? ഉണ്ണി അമ്മയമ്പലം.
അപ്പോൾ 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ആരൊക്കെയാണ്? ഉണ്ണി അമ്മയമ്പലം. അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഉണ്ണി അമ്മയമ്പലത്തിന്റെ അൽഗോരിതങ്ങളുടെ നാട് എന്ന നോവലിനാണ് കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത്. 50,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാസ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ ആണ്. അപ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണാസ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ജഗദീപ് ധൻഖർ ആണ്. അപ്പോൾ 2024 കേന്ദ്ര ബാലസാഹിത്യ പുരസ്കാരം മലയാളം വിഭാഗത്തിന് ലഭിച്ച നോവൽ ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. രചയിതാവ് ആരാണ്? ഉണ്ണി അമ്മയമ്പലം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? 2024 ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ്. 2-ാം സ്ഥാനം അയർലൻഡ്, 3-ാം സ്ഥാനം ഓസ്ട്രിയ. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 116-ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ 2024 ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116. 2-ാം സ്ഥാനം അയർലൻഡ്, 3-ാം സ്ഥാനം ഓസ്ട്രിയ. എന്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? എന്റെ പൂന്തോട്ടം, ഇന്ദുലേഖ വയലാർ. അപ്പോൾ എന്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? ഇന്ദുലേഖ വയലാർ. ഉമ്മൻചാണ്ടി സ്മാരക പ്രജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടി സ്മാരക പ്രജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എ സുകുമാരൻ നായർ. ഡോക്ടർ എ സുകുമാരൻ നായർക്കാണ് ഉമ്മൻചാണ്ടി സ്മാരക പ്രജ്ഞാന ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവിയായി സ്ഥാനമേൽക്കുന്നത് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യൻ കരസേനയുടെ പുതിയ മേധാവി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. 2024 ജൂണിൽ എത്ര അംഗ കേന്ദ്ര മന്ത്രിസഭയ്ക്കാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? 72. അപ്പോൾ 2024 ജൂണിൽ എത്ര അംഗ കേന്ദ്ര മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയത്? 72. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജൂണിൽ നിലവിൽ വന്ന കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായ മലയാളികൾ ആരൊക്കെയാണ്? സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ്. സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. 3-ാം മോദി സർക്കാർ ക്യാബിനറ്റിലെ വനിതാ മന്ത്രിമാർ: നിർമ്മല സീതാരാമൻ ധനകാര്യവും കോർപ്പറേറ്റും, അന്നപൂർണ ദേവി വനിതാ ശിശുക്ഷേമം. അപ്പോൾ 3-ാം മോദി സർക്കാർ ക്യാബിനറ്റിലെ വനിതാ മന്ത്രിമാർ ആരൊക്കെയാണ്? നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിയും. നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യം, കോർപ്പറേറ്റ്. അന്നപൂർണ ദേവി വനിതാ ശിശുക്ഷേമം. 2024 ജൂണിൽ വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ്. 2024 ജൂണിൽ വിജയകരമായി പരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റ് ഏതാണ്? സ്റ്റാർഷിപ്പ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക ബി രാജീവ്. അനാമിക ബി രാജീവ്. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? അനാമിക ബി രാജീവ്. 2024 ജൂണിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആയ വ്യക്തി ആരായിരുന്നു? രുചിര കാംബോജ്. അപ്പോൾ 2024 ജൂണിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ വ്യക്തി ആരായിരുന്നു? രുചിര കാംബോജ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? പി.കെ. മിശ്ര. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? പി.കെ. മിശ്ര.
അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ വ്യക്തി ആരാണ്? ടി കെ ചാത്തുണ്ണി. അപ്പോൾ ടി കെ ചാത്തുണ്ണി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്നു. അദ്ദേഹം ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. ടി കെ ചാത്തുണ്ണി. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ഫുട്ബോൾ മൈ സോൾ. അപ്പോൾ ഫുട്ബോൾ മൈ സോൾ ആരുടെ ആത്മകഥയാണ്? ടി കെ ചാത്തുണ്ണി. അദ്ദേഹം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനും ആയിരുന്നു. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ബാലവേല വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 12. 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. എന്നാണ് ബാലവേല വിരുദ്ധ ദിനം? ജൂൺ 12. ഫുട്ബോൾ മൈ സോൾ ആരുടെ ആത്മകഥയാണ്? ടി കെ ചാത്തുണ്ണിയുടെ ആത്മകഥയാണ്. അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? പേമ ഖണ്ഡു. അപ്പോൾ അരുണാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? പേമ ഖണ്ഡു ആണ്. തുടർച്ചയായി 3-ാം തവണയാണ് പേമ ഖണ്ഡു അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? പേമ ഖണ്ഡു. കേരള വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി കുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണ്? ബാല പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? ബാല. അപ്പോൾ എന്താണ് ബാല എന്ന പദ്ധതി? കേരള വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി കുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ബാല. ഒഡീഷ സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? മോഹൻ ചരൺ മാജി. മോഹൻ ചരൺ മാജിയാണ് ഒഡീഷ സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. ഒഡീഷയുടെ 15ാമത്തെ മുഖ്യമന്ത്രിയാണ് മോഹൻ ചരൺ മാജി. കേരളം സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി എന്താണ്? കാവ പദ്ധതി. എന്താണ്? കാവ പദ്ധതി. കേരളം സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണേത്? കാവ പദ്ധതി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? അജിത് ഡോവലാണ്. ഈ പദവിയിൽ തുടർച്ചയായി 3 തവണ നിയമിതനാകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? അജിത് ഡോവൽ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് ആരാണ്? അജിത് ഡോവൽ. 2025 ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. 2025 ജൂനിയർ ഹോക്കി ലോകകപ്പ് നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ടൈഗർ റിസർവ് ആക്കാൻ ഒരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്താണ്? സുഹേൽവ വന്യജീവി സങ്കേതം. എവിടെയാണ് സുഹേൽവ വന്യജീവി സങ്കേതം? ഉത്തർപ്രദേശിലാണ്. അപ്പോൾ സുഹേൽവ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ടൈഗർ റിസർവ് ആക്കാൻ ഒരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനയുടെ കപ്പൽ ഏതാണ്? INS സത്ലജ് J-17. ഏതാണ്? INS സത്ലജ് J-17 ആണ് 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനയുടെ കപ്പൽ. 3-ാം തവണയും അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. അപ്പോൾ 3-ാം തവണയും അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാജ്യം ഏതാണ്? ഇറ്റലി. ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷനിലൂടെ കണക്ഷനുകൾ ലഭ്യമാക്കിയതിൽ സംസ്ഥാനത്തിൽ 1ാമതെത്തിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ. ഏതാണ് പദ്ധതിയുടെ പേര്? ജൽജീവൻ മിഷൻ. അപ്പോൾ എന്താണ് ജൽജീവൻ മിഷൻ? ഗ്രാമീണ മേഖലയിൽ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ഈ മിഷനിലൂടെ കണക്ഷനുകൾ ലഭ്യമാക്കിയതിൽ സംസ്ഥാന തലത്തിൽ 1ാമതെത്തിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച്
എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതി ഏതാണ്? കരുതൽ. അപ്പോൾ എന്താണ് കരുതൽ എന്ന പദ്ധതി? ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന ഒരു നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയാണേത്? കരുതൽ. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേര് എന്താണ്? കവചം. അപ്പോൾ എന്താണ് കവചം എന്ന പദ്ധതി? കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് ഏത്? കവചം. 2024 ജൂണിൽ G7 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? ഇറ്റലി. അപ്പോൾ 2024 G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇറ്റലിയിൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? വിജയഭാരതി സയാനി. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? വിജയഭാരതി സയാനി. പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വിദ്യാമൃതം. അപ്പോൾ പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വിദ്യാമൃതം. അടുത്തിടെ അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി ആരാണ്? പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. ആരാണ്? പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. അപ്പോൾ പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്, അതോടൊപ്പം സരോദ് വാദകനുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ ഏതാണ്? രാജാജി രാഖതി ബയോസ്ഫിയർ, ഉത്തരാഖണ്ഡ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ? രാജാജി രാഖതി ബയോസ്ഫിയർ ആണ്. ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ 2024 എവിടെയാണ് പരിസ്ഥിതി ദിനാചരണത്തിന് വേദിയായത്? സൗദി അറേബ്യയാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. 2025 എവിടെയാണ്? ദക്ഷിണ കൊറിയയിലാണ്. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ്? 2011 2018 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2011 2018 വർഷങ്ങളിലാണ്. ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? നാഗി പക്ഷി സങ്കേതം ബീഹാർ, നക്തി പക്ഷി സങ്കേതം ബീഹാർ. അപ്പോൾ ബീഹാറിലെ 2 പക്ഷി സങ്കേതങ്ങളാണ് നാഗി പക്ഷി സങ്കേതവും നക്തി പക്ഷി സങ്കേതവും. ഇതാണ് ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ. അപ്പോൾ ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ ഏതാണ്? നാഗി പക്ഷി സങ്കേതം ബീഹാർ, നക്തി പക്ഷി സങ്കേതം. അടുത്തിടെ സ്ഫോടനമുണ്ടായ കൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? കൻലോൺ അഗ്നിപർവ്വതം എവിടെയാണ്? ഫിലിപ്പീൻസിലാണ്. അപ്പോൾ ഫിലിപ്പീൻസിലെ അഗ്നിപർവ്വതമാണ് ഇത് കൻലോൺ. 2023 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച BRP ഭാസ്കറിന്റെ ആത്മകഥ. അപ്പോൾ 2023 മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച BRP ഭാസ്കറിന്റെ ആത്മകഥ ഏതാണ്? ന്യൂസ് റൂം ഒരു മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ. ന്യൂസ് റൂം ഒരു മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകൾ. ഇത് ആരുടെ ആത്മകഥയാണ്? BRP ഭാസ്കറിന്റെ ആത്മകഥയാണ്. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ
AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്. മധ്യപ്രദേശിലാണ് പെഞ്ച് ടൈഗർ റിസർവ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്. അപ്പോൾ പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് പെഞ്ച് ടൈഗർ റിസർവ്. കല്ലോൺ അഗ്നിപർവ്വതം എവിടെയാണ്? ഫിലിപ്പീൻസിലാണ് കല്ലോൺ അഗ്നിപർവ്വതം. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8 ലോക സമുദ്ര ദിനം. 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? പുതിയ ആഴങ്ങളെ ഉണർത്തുക എന്നതാണ് 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ്. അപ്പോൾ ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? പുതിയ ആഴങ്ങളെ ഉണർത്തുക എന്നതാണ് 2024 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7. അപ്പോൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7. 2024 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭക്ഷണ സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക. ഭക്ഷണ സുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതാണ് 2024 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം. തെലങ്കാനയുടെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദ്. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്. അപ്പോൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7. അടുത്ത ക്വസ്റ്റ്യൻ, 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം ഏതാണ്? കുടുംബശ്രീ. അപ്പോൾ 2024 വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് കുടുംബശ്രീ. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ആരാണ്? നീത കെ ഗോപാലാണ് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ. അപ്പോൾ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ആരാണ്? നീത കെ ഗോപാൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയിരിക്കുന്ന പേര് എന്താണ്? ഓപ്പറേഷൻ ലൈഫ്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ലൈഫ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ എല്ലാം കൂടി പൊതുവായി നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ലൈഫ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി ബോയിങ് ലഭിച്ച ബോയിങ്ങിന്റെ പേടകം ഏതാണ്? സ്റ്റാർ ലൈനർ. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറും സ്റ്റാർ ലൈനറിലെ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികരാണ്. അപ്പോൾ സ്റ്റാർ ലൈനറിൽ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികർ ആരൊക്കെയാണ്? ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറുമാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകമാണിത്, സ്റ്റാർ ലൈനർ. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി. ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചിയും തിരുവനന്തപുരവുമാണ്. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, തിരുവനന്തപുരം. മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ക്ലോഡിയ ഷെൻബോം. ക്ലോഡിയ ഷെൻബോമാണ് മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. 18ാമത് ലോക്സഭാ ഇലക്ഷൻ 2024 നടന്നത്. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ്? ശങ്കർ ലാൽവാനി. അപ്പോൾ 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ്? ശങ്കർ ലാൽവാനി. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ചാങ്യി 6 ഏതു രാജ്യത്തിന്റെ പേടകമാണ്? ചൈനയുടെ പേടകമാണ് ചാങ്യി 6.
അപ്പോൾ ചൈനയുടെ ചാങ്ങി 6 എന്ന പേടകമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയാണ് അരങ്ങ് 2024. ഇതിന്റെ വേദി എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടാണ്. അപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ സംസ്ഥാന കലാമേളയായ അരങ്ങ് 2024 വേദി എവിടെയായിരുന്നു? കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട്. കേരളത്തിന്റെ പുതിയ നിയമസഭാ സെക്രട്ടറി ആരാണ്? എൻ കൃഷ്ണകുമാർ. അപ്പോൾ കേരളത്തിന്റെ പുതിയ നിയമസഭാ സെക്രട്ടറിയായി നിയമിതനായത് ആര്? എൻ കൃഷ്ണകുമാർ. 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ്? PV സിന്ധു. PV സിന്ധു ആണ് 2024 പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം. മോംഗ്ല തുറമുഖം. മോംഗ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. അപ്പോൾ ബംഗ്ലാദേശിലാണ് മോംഗ്ല തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 2024 ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ 2024 ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? പനാമയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് പനാമ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് പനാമ. 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രം ഏതാണ്? കൈമിറ. അപ്പോൾ 2024 കാൻ ചലച്ചിത്രമേളയിൽ മത്സരിച്ച മലയാള ഹ്രസ്വചിത്രമാണ് കൈമിറ. അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് എന്തൊക്കെയാണ്? ലാൽ, മുർസാൻ, ഹിൽസ. അപ്പോൾ ലാൽ, മുർസാൻ, ഹിൽസ ഇവ ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് ലാൽ, മുർസാൻ, ഹിൽസ എന്നിവ. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യം ഏത്? ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പനാമയാണ്. ഹീമോഫീലിയ രോഗികളുടെ ചികിത്സയ്ക്കായുള്ള മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2024 വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അന്തർദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രി ഏതാണ്? അപ്പോൾ ഹീമോഫീലിയ രോഗികളുടെ ചികിത്സയ്ക്കായുള്ള മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2024 വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അന്തർദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രി ഏതാണ്? ആലുവ ജില്ലാ ആശുപത്രിയാണ്. ആലുവ ജില്ലാ ആശുപത്രി. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ഇഗാ സിയാടെക്. പോളണ്ടിന്റെ ഇഗാ സിയാടെക് ആണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവായത്. 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ആണ്. കാർലോസ് അൽക്കാരസ്. അപ്പോൾ 2024 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ഇഗാ സിയാടെക്. അപ്പോൾ പോളണ്ടിന്റെ ഇഗാ സിയാടെക്കിനാണ് 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത്. ഹീമോഫീലിയ രോഗികളുടെ ചികിത്സയ്ക്കായുള്ള മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2024 വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ അന്തർദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആശുപത്രി ഏതാണ്? ആലുവ ജില്ലാ ആശുപത്രി. 2024 ജൂണിൽ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് മന്ത്രാലയം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയമാണ്. അപ്പോൾ 2024 ജൂണിൽ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് മന്ത്രാലയം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയമാണ്. ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനം ജൂൺ 15. ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനം എന്നാണ് ജൂൺ 15. കൂനോ നാഷണൽ പാർക്കിന് ശേഷം ചീറ്റകളെ താമസിപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്?
ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം മധ്യപ്രദേശ്. അപ്പോൾ ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കൂനോ നാഷണൽ പാർക്കിന് ശേഷം ചീറ്റകളെ താമസിപ്പിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം മധ്യപ്രദേശ്. ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമെന്നാണ് ജൂൺ 15. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം എന്താണ് പേര്? തരംഗ് ശക്തി. അപ്പോൾ എന്താണ് തരംഗ് ശക്തി? ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് 2024 നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, US, ജർമ്മനി, സിംഗപ്പൂർ, UK, ജപ്പാൻ, UAE എന്നീ രാജ്യങ്ങളാണ് തരംഗ് ശക്തിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് തരംഗ് ശക്തി. കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ. അപ്പോൾ കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ്. 2024 ജൂണിൽ അന്തരിച്ച കൊൽക്കട്ടയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? പി തങ്കപ്പൻ നായരാണ്. അപ്പോൾ കൊൽക്കട്ടയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? പി തങ്കപ്പൻ നായർ. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പുസ്തകത്തോണി. അപ്പോൾ എന്താണ് പുസ്തകത്തോണി? ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് പുസ്തകത്തോണി. 2024 ജൂണിൽ GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്ക്. അപ്പോൾ 2024 ജൂണിൽ GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്ക്. പി വത്സലയുടെ അവസാനത്തെ നോവൽ ഏതാണ്? ചിത്രലേഖ. അപ്പോൾ ചിത്രലേഖ ആരുടെ നോവലാണ്? പി വത്സലയുടെ നോവലാണ്. പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചു. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചത്. പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ. 18ാമത് ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഓം ബിർള. അപ്പോൾ 18ാമത് ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. അപ്പോൾ 2024 ജൂണിൽ GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്കാണ്. പി വത്സലയുടെ അവസാനത്തെ നോവൽ ഏതാണ്? ചിത്രലേഖ. 18ാമത് ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഓം ബിർള. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2024 ജൂൺ 23. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്നാണ്? 2024 ജൂൺ 23. 2024 50ാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? സപ്ലൈകോ ആണ്. അപ്പോൾ സപ്ലൈകോയുടെ 50ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? ചേവായൂർ, കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലാണ്. അപ്പോൾ യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരമാണ് സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണ്? കൃഷ്ണ സ്വാമിനാഥൻ. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണ്? കൃഷ്ണ സ്വാമിനാഥൻ. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. 2024 50ാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? സപ്ലൈകോ.
പി വത്സലയുടെ അവസാനത്തെ നോവൽ ഏതാണ്? ചിത്രലേഖ. 2024 ജൂണിൽ GI ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനോൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്ക്. കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? പി തങ്കപ്പൻ നായർ. ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനുള്ള ജലഗതാഗത വകുപ്പിന്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? പുസ്തകത്തോണി. 2024 നടക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തരംഗ് ശക്തി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? ഇഗ സിയാടെക് ആണ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം ലഭിച്ചത് ആർക്കാണ്? കാർലോസ് അൽക്കാരസ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? പനാമയാണ്. അതൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ലാൽ, മുർസാൻ ഹിൽസ ഇവ എന്താണ്? ചൊവ്വയിൽ കണ്ടെത്തിയ ഗർത്തങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരാണ്. മോംഗ്ല തുറമുഖം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗ്ലാദേശിലാണ്. 2024 ഏവിയൻ ഇൻഫ്ലുവൻസ എ വൈറസ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ചാങ്-ഇ 6 ഏത് രാജ്യത്തിന്റെ പേടകമാണ്? ചൈനയുടെ പേടകമാണ്. 18ാമത് ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ്? ശങ്കർ ലാൽവാനി. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ്? നീത കെ ഗോപാൽ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. തെലങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്. ലോക സമുദ്ര ദിനം എന്നാണ്? ജൂൺ 8. ഉൽക്കകൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ഏത്? പെഞ്ച് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശിലാണ്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷങ്ങൾ ഏതൊക്കെയാണ്? 2011, 2018. ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ബീഹാറിലെ നാഗി പക്ഷി സങ്കേതവും നക്തി പക്ഷി സങ്കേതവുമാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഹിന്ദുസ്ഥാനി പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത്? സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും സരോദ് വാദകനുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ ഏതാണ്? രാജാജി രാഖതി ബയോസ്ഫിയർ, ഉത്തരാഖണ്ഡ്. 2024 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇറ്റലി. ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കുന്ന നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതി ഏതാണ്? കരുതൽ. 2025 ലോക ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. ടൈഗർ റിസർവ് ആക്കാനൊരുങ്ങുന്ന സുഹേൽവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശിലാണ്. ഒഡീഷ സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആര്? മോഹൻ ചരൺ മാജി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായതാരാണ്? അജിത് ഡോവലാണ്. TK ചാത്തുണ്ണി ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ഫുട്ബോൾ മൈ സോൾ. ബാലവേല വിരുദ്ധ ദിനമെന്നാണ്? ജൂൺ 12 ആണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.